ഓൺലൈനായിട്ട് ഇപ്പോൾ എന്തും ഏതും വാങ്ങിക്കുന്ന ഒരു കാലമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു യങ് ടാലന്റ് ആണ് എന്റെ കൂടെ ഇരിക്കുന്നത്, മിസ്റ്റർ പ്രദീപ്. ഹലോ പ്രദീപ്, എന്താണ് ഈ സൈറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും? ഫാർമേഴ്സ് FC അഥവാ ഫാർമേഴ്സ് പ്ലസ് സോൺ, അതാണ് നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ വിപണനം നടത്തുന്നത്. ഇപ്പൊ കേരളത്തിലെ കർഷകർ നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാണ്, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആൾക്കാരില്ല. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിലെ കൂടെയാണ് ഇപ്പൊ വിപണനം എല്ലാവരും നടക്കുന്നത്. C2C ഇല്ല, കസ്റ്റമർ ടു കസ്റ്റമർ ഇല്ല. പച്ചക്കറി കടകൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വില കുറഞ്ഞുള്ള സംഭവങ്ങൾ തമിഴ്നാട് അല്ലെങ്കിൽ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടും, വില കുറഞ്ഞുള്ള സാധനങ്ങൾ കിട്ടും. പ്ലസ് അത് നീണ്ടു നിൽക്കും. ആ നീണ്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വിഷ എന്നുള്ള കാര്യം വാങ്ങിക്കുന്നവർക്ക് അറിയാം, കൊടുക്കുന്നവർക്ക് അറിയാം, വിൽക്കുന്നവർക്ക് അറിയാം. പക്ഷെ എന്തോ നിവൃത്തികേട് കൊണ്ട് നമ്മൾ അതിന് ഫോഴ്സ് ചെയ്യാണ് വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഈ സമയത്ത് എന്ന് വെച്ചാൽ ഉണ്ടാക്കണ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയാതെ ഒരു കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. കാരണം നമ്മളൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം വേറെ ആൾ കഴിക്കുക, അതിലവരുടെ സന്തോഷപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ നാലാളുടെ മുമ്പിൽ കാണിക്കുക, അതിനൊന്നും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനെ വാങ്ങിക്കാൻ ഉപഭോക്താക്കൾ സൃഷ്ടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം പ്രദീപ് ഉണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്നൊക്കെ അറിയാം. സൂപ്പർ 93.5 റെഡ് എഫ്എമ്മിലെ പെൺപട്ടണം കേൾക്കൂ. www.farmersfz.com ഇതാണ് ആ ഒരു സൈറ്റ് അഡ്രസ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെ ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ. ഇന്ന് പെൺപഠനത്തിലൂടെ ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 93.5 റെഡ് എഫ്എമ്മിൽ എൻ്റെ കൂടെ ഉള്ളത് പ്രദീപാണ്. എത്ര വിധം പച്ചക്കറിയാണ് പ്രദീപ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഫാർമേഴ്സ് എഫ്സിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു 29 പച്ചക്കറി വെജിറ്റബിൾസ് ഉണ്ട്. അതിലിപ്പോ മത്തൻ, കുമ്പളം, വെള്ളരി, പിന്നെ നാടനായിട്ടുള്ള വാഴപ്പിണ്ടി, കൊടപ്പൻ, വേപ്പില, നേന്ത്രക്ക, അങ്ങനെ വേണ്ട നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ പയറ്, കൈപ്പയ്ക്ക, പടവലം, നമ്മുടെ നാട്ടിലുണ്ടാവണ നാടനായിട്ടുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് ഇല്ലാത്തന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ അങ്ങനെ സംഭവം ഞങ്ങളുടെ നാട്ടിൽ മറ്റത്തൂർ എന്ന സ്ഥലത്ത് നമ്മുടെ കൃഷിയില്ല. അപ്പൊ അതില്ല, നമ്മുടെ നാട്ടിലായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ മൊത്തം നമ്മളത് കയറ്റിട്ടുണ്ട്. ചക്കക്കുരു ചക്ക ഉണ്ടായിരുന്നു, ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് പിന്നെ ചക്കയുടെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിന്റെ ഫോട്ടോസ് ആണ് ആ സൈറ്റിൽ ഉണ്ടാവുക. അതെപ്പോ തീർന്നു അതും. ഓക്കെ, അപ്പൊ ഇത്രയും നല്ല രീതിയിലാണ് പച്ചക്കറികളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇവർ ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം. പ്രദീപ പറഞ്ഞു തരുന്നതായിരിക്കും. സൂപ്പർ 93.5 റെഡ് എഫ്എമ്മിലെ പെൺപഠനം കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. റെഡ് എഫ്എമ്മിലൂടെ പെൺപഠനത്തിൽ എൻ്റെ ഒപ്പം ഉള്ളത് പ്രദീപാണ്. www.farmersfz.com ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരുപാട് പച്ചക്കറികൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്, അതും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ചാണ് പ്രദീപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സൈറ്റിൽ എത്ര കിലോ പച്ചക്കറികളായിരിക്കും ഓരോന്ന് ഇത്ര എന്ന് വെച്ചിട്ട് ഓരോ ദിവസം ആഡ് ചെയ്യുകയായിരിക്കും അല്ലേ? എങ്ങനെയാണ് അതിന്റെ പ്രോസസ്? പയറിടങ്ങി ഏകദേശം 20 കിലോ ഒരു ദിവസം, അതുപോലെ പടവല എല്ലാം 20 കിലോ വെച്ചിട്ട് നമ്മൾ സൈറ്റില്. അപ്പൊ സൈറ്റിൽ ഇട്ടിട്ട് നമ്മൾ ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് ഇതിന്റെ പ്രോസസ് ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ സൈറ്റിൽ ഇപ്പൊ നമ്മൾ കൃഷിക്കാരുടെ ഒരു 3 ദിവസം മുമ്പ് നമ്മൾ ഓർഡർ ഇടുമ്പോൾ വിളിച്ചു ചോദിക്കും ഇന്ന ദിവസത്തേക്ക് എത്ര കിലോ കിട്ടാൻ സാധിക്കും, വെണ്ട എത്ര കിലോ കിട്ടും. വെണ്ടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ്, വെണ്ട, വഴുതിന, കോവക്ക കാര്യങ്ങളൊക്കെ. പച്ചനെ ചോദിച്ചാൽ നമ്മൾ എത്ര കിലോ കിട്ടുന്നുള്ള ഏകദേശം ധാരണ ഉണ്ടാക്കും. അപ്പൊ ഒരു 10 കിലോ കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ 9 കിലോ അല്ലെങ്കിൽ 8 കിലോ ഇടും. ആ സൈറ്റ് ഇട്ട സൈറ്റിൽ ഈ 3 ദിവസങ്ങളവർക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് അന്ന് രാവിലെ 6 മണിയോടേക്ക് ഡെലിവറി ഡേയ്സിന്റെ 6 മണിയോടേക്ക് നമ്മൾ വർക്കിംഗ് തുടങ്ങാണ്. അന്ന് രാവിലെ കയറുന്നു, ഓർഡർ ക്ലോസ് ചെയ്യുന്നു, കറക്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. എന്നിട്ട് അന്ന് ഈ നമ്മൾ 29 ഐറ്റംസ് ആണെങ്കിൽ വാങ്ങിക്കുന്നത് ഏകദേശം ഒരു 16 അല്ലെങ്കിൽ ഒരു 12 പേര് നേരത്തെ വാങ്ങിയിടുന്നത്. അപ്പൊ അവരെല്ലാവരും കോൺടാക്ട്സ് എടുത്ത് വിളിച്ചു പറയുന്നു ഇന്ന ദിവസം ഇന്ന് ഞങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ വേണം, പൊട്ടി ചോദിക്കൂ, ഞങ്ങൾ 10 മണിയോടുകൂടി അവിടെ എത്താം. അങ്ങനെ പോയിട്ട് നമ്മൾ ആ ദിവസം ഒരു 11 മണിക്കുള്ളിൽ നമ്മുടെ ഏരിയയിൽ മൊത്തം ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ എത്തുന്നു. ഒരു 12 മണിയോട് എത്തും. പിന്നെ പാക്കിങ് തുടങ്ങണം. അങ്ങനെ പാക്കിംഗ് വെച്ചാൽ ഓരോരുത്തർക്ക് അവർക്ക് വേണ്ട ഐറ്റംസ് മൊത്തം ഇപ്പൊ ചിലർ മത്തൻ 1/2 കിലോ, കുമ്പളം 1/2 കിലോ, പയർ 1 1/2 കിലോ, പിന്നെ പച്ചമുളക് 100 ഗ്രാം. ഇതാണ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവരുടെ ഓർഡർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ നമ്മൾ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്യുന്നതിൽ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണില്ല, ഇതിൽ നമ്മൾ നോൺ വൂൺ ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ അതുപോലെ നമ്മുടെ മുളകൊക്കെ ഇപ്പൊ കവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് അതിലില്ല, നമ്മളത് മറ്റേ കടലാസിന്റെ കവറിൽ ചാപ്പർ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആണല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ തന്നെ സൈറ്റിൽ കയറി അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം അല്ലേ?
ഓക്കെ, അപ്പം ഓണമൊക്കെ അടുപ്പിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതും ഒരുപാട് വിലയില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രദീപ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. 93.5 റെഡ് എഫ്എമ്മിൽ നമ്മൾ അതിനെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പെൺപഠനത്തിലൂടെ കേൾക്കൂ. 93.5 റെഡ് എഫ്എമ്മിലെ പെൺപഠനത്തിൽ എന്റെ കൂടെ ഉള്ളത് പ്രദീപാണ്. പ്രദീപ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒരു ഓൺലൈൻ സൈറ്റിലൂടെ ലഭിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ പ്രദീപ് ഡോർ ഡെലിവറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അതിന് എക്സ്ട്രാ ചാർജസ് ഒക്കെ എടുക്കുന്നുണ്ടോ? എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല. കാരണം ഇപ്പൊ നമുക്കൊരു നമ്മുടെ ഗ്രോത്തിന്റെ സമയമാണ്, നമ്മൾ തന്നെ റിസ്ക് എടുക്കുകയാണ് നമ്മള്. എങ്ങനെയുണ്ട് ആളുകൾക്ക് അങ്ങനെ ഫ്ലാറ്റ്സിലൊക്കെ എത്തിച്ചു കൊടുത്തിട്ട്? പിന്നെ ഭയങ്കര റെസ്പോൺസ് ആണ്. അതാണല്ലോ നമുക്ക് ഇതിനുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ. അത് ശരിയാ. കാരണം ഇത് തുടങ്ങുമ്പോ വെച്ചാൽ നമുക്കൊരു വലിയൊരു സപ്പോർട്ട് കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മളൊറ്റയ്ക്ക് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം നല്ല രീതിയിൽ ഒരു ലാർജ് സ്കെയിലിൽ വരട്ടെ ഫാമേഴ്സ് എഫ്സി. ഓക്കെ, താങ്ക് യു സോ മച്ച്. കേട്ടല്ലോ, farmersfz.com കയറി കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. www.farmersfz.com. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കീടനാശിനികളൊന്നും ചേർക്കാതെ നിർമ്മിച്ചിട്ടുള്ള നല്ല പച്ചക്കറികൾ ലഭിക്കാനുള്ള ഒരു അവസരമാണ്. അതുമാത്രമല്ല പ്രദീപിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. 7293943993. ഒന്നുകൂടെ പറഞ്ഞുതരാം, 7293943993. ഓക്കെ, സോ ബെറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.